ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ പോവാണ്. ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരും. കുറേ നാളായി അങ്ങനെ ഒരു ട്രിപ്പ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. എപ്പോഴും അങ്ങനെ ചില സമയത്ത് പ്ലാൻ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അങ്ങ് തേഞ്ഞൊട്ടിപ്പോവും. പക്ഷേ ഇത്തവണ നമ്മുടെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിച്ച് റെഡിയാക്കുകയൊക്കെ വേണം. എന്നിട്ട് നമുക്ക് കാണാം. നമ്മളങ്ങനെ വാഗമൺ പോകാൻ പോകുന്നു. ഇത്രയും എക്സൈറ്റ്മെന്റ് വെച്ചാൽ കുറേ നാളെ പുറത്തോട്ടൊക്കെ എങ്ങനെയും പോയിട്ട്, അങ്ങനെ പുറത്തോട്ടൊന്നല്ല, ട്രിപ്പ് പോയിട്ട്. ലെറ്റ്സ് ഗോ. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ഒന്ന് ഈ റെഡ് കാറിലും പിന്നെ ഇന്നോവയിലും ഉണ്ട്. റെഡ് കാറിൽ അച്ഛനും അമ്മയും അവരൊക്കെ, ഇന്നോവയിലും നമ്മൾ പിള്ളേർ സെറ്റ്. നമ്മൾ ഇപ്പോൾ ഒരു വ്യൂ പോയിന്റ്, ഇത് ഏതാണോ, ഇത് എന്തോ ഇതിൻ്റെ പേര് പറയണ്ടേ? ഇത് 2ാമത്തെ തവണയാണ് നമ്മളിവിടെ വരുന്നത്. ഞാനിവിടെ വരുന്നത്. അവൻ 3ാമത്തെ തവണ, ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. അവൻ പുലി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്ഥലപ്പേര് കിട്ടിയത്. കാരികാട് വ്യൂ പോയിന്റ്. കാരികാട് എന്നല്ലേ പറയുന്നത്, വാഗമണിലെ കാരികാട് ആയിരിക്കും. സ്റ്റാൻഡ് എന്നാ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു വണ്ടി എത്തിയിട്ടുള്ളൂ. മറ്റേ വണ്ടി വരുന്നുണ്ടെന്ന്. വരുന്നുണ്ട്. ഇറങ്ങിക്കണല്ലേ, പിന്നെ കാണത്തില്ല. നടുക്കനെ നിന്ന് പറ, നമ്മളെ കാണാൻ അവരങ്ങ് പോകും. അല്ലല്ല, ഇവിടത്തെയാ നമ്മുടെ ഫാമിലി എല്ലാരെയും കണ്ടുമുട്ടി. ഇവരേതോ പകുതി വഴിക്കാൻ കണ്ട് കിടക്കുമായിരുന്നു. നമ്മള് കോട ഉണ്ടെന്നൊക്കെ വിചാരിച്ചു ഗൈസ്, പക്ഷെ കോടയൊന്നും ഇല്ല. ഇനി നമ്മളത് ഈ വണ്ടിയല്ല പോകുന്നത്. ഇത് വണ്ടി എന്നോട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഓടിച്ചോളാം. നമ്മൾ വണ്ടി സ്വാപ്പ് ചെയ്ത് ഗൈസ്. ബാക്കി എല്ലാരും അമ്മമാര്, ഞാൻ ഉൾപ്പെടെ. അതെ, അമ്മ ഉൾപ്പെടെ അമ്മമാര്. നമ്മൾ ഈ വണ്ടിയിൽ നമ്മളെ ആക്കിയിട്ട് ഫ്രണ്ടിലത്തെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ. വണ്ടി ഓടിക്കുന്ന ഒരു കുഞ്ഞു ഷിബു. അതെ, ഏറ്റവും ചെറിയൊരു ഷിബു. ചെറിയ ഷിബു വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. 2 വണ്ടി നിർത്തിയിട്ട് 1 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഊണ് ഞാൻ ബിരിയാണി. സ്മോക്ക് എഫക്ട്സ് ഇട്ട ബിരിയാണി വേണം. സ്പൂൺ വേണം. നമ്മൾ വണ്ടിയിലെ ഡ്രൈവർ മാറിയപ്പോയതായി. സ്പൾബർ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഇനി പോകാൻ പോകുന്ന പൈൻ വാലിയാണ്. എപ്പോഴും എല്ലാവരും പോകുന്നൊരു പൈൻ വാലി ഉണ്ട്. ഇതല്ല, വേറൊരു പൈൻ വാലി ഉണ്ട് വാഗമണിൽ തന്നെ. അവിടെ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പൈൻ വാലി. ഇവിടെ ആൾക്കാർ കുറവാണ് മറ്റേ പൈൻ വാലിയെക്കാട്ടിലും. കുറച്ചുകൂടെ വൈബും വ്യത്യാസമുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും ഇവിടെ. നമ്മളിവിടെ എവിടെയോ നിന്നാണ് കല്യാണത്തിന് മുന്നേ വന്നപ്പോൾ ഫോട്ടോ എടുത്തത്. നമ്മൾ അവിടെ ആ ഭാഗത്ത് എവിടെയോ നിന്നാണ്ട് അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ ബാക്കിൽ ഫോട്ടോഷൂട്ട്. ഫോട്ടോ എടുക്കുക ഗൈസ്. ഇവിടെ ഫോട്ടോഗ്രാഫർ ഇവിടെ കണ്ടുണ്ട്. എൻ്റെ തൊപ്പി. അയ്യോ, ഇതാ കാർട്ടൂൺ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ കണ്ട് മറന്നുപോയി. തൊപ്പി വെച്ചോണ്ട് ഇത് എൻ്റെ തൊപ്പിയാ. നിന്റെയോന്നോ? എന്റെ തൊപ്പിയല്ല, ആരാ പറഞ്ഞേ? പിന്നെ അടുത്ത തൊപ്പി വെച്ചിട്ടുണ്ട്. പക്ഷെ 2 പേരില്ല, ഒരാൾ. നല്ലതാണ്. ഇപ്പൊ അവിടെ ഇരുന്നോ? നല്ലതാണ്. ഇപ്പം നല്ലതാണ്. അവിടെ ഇരുന്നോ നല്ലത്. അങ്ങനെ നമ്മൾ പൈൻ വാലിയൊക്കെ കണ്ടു. നമ്മൾ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി നിർത്തും. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നല്ലതായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടൊരു കുരങ്ങനിരിക്കുന്നു.
കൊച്ചു വെള്ളച്ചാട്ടല്ലേ, ഇച്ചിരി വെള്ളം വരുന്നത്. ചായ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, നാരങ്ങ വെള്ളം പറഞ്ഞിട്ടുണ്ട്. ചൂടുണ്ടോ? 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 ചൂടുണ്ട്, ചൂടുണ്ട്. റൂമിലോട്ട് പോകും. റൂം ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോ അറിയാം റൂട്ടായിരിക്കും. നമ്മുടെ റൂം ബുക്ക്ഡാ. ഇത് എത്തി, നമ്മൾ താഴ്വാരത്തി എത്തി. താഴ്വാരം എന്ന പേരും സംഭവം ഏറ്റവും മുകളിലുണ്ട്. നമ്മുടെ കോട്ടേജ് പാഞ്ചാലിമേടാണ്, വാഗമണല്ല. നമ്മളങ്ങ് എത്തി. എടുക്കും നമ്മുടെ ട്രൈപോഡ് സാധനങ്ങളൊക്കെ എടുത്തു. നമ്മളിപ്പോൾ റിസപ്ഷനിലോട്ട് വന്നതാണ്. എൻ്റെ മുന്നേ വ്യൂ അടിപൊളി, രക്ഷയില്ല. അടിപൊളിയാ. നമ്മളിതാ റൂമിലോട്ട് പോവാണ്. ഭയങ്കര ഒച്ച പാട്ടിനൊക്കെ. സ്കൂള് ഫുള്ള് ഫില്ല്. നമ്മളെപ്പോൾ ഇറങ്ങാനാണ് ഗൈസ്? പയ്യെ പയ്യെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക്, നമ്മൾ ഓരോ കോട്ടേജാണ്. എനിക്ക് ഏറ്റവും മുകളിലാണ് ഞങ്ങളുടെ, എൻ്റെ അഖിലേട്ടൊക്കെ റൂം ഏറ്റവും മുകളിലാണ്. താഴെയാണ് ഇവരുടേത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇങ്ങനെയാണ് ചെറിയ, അതായത് 2 റൂമാണ്. ഒരു കോട്ടേജിൽ 2 റൂം വെച്ചിട്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇനി കോടയൊക്കെ കയറും. ഇതേ കോട്ടേജിൽ തന്നെ അപ്പുറത്തെ റൂമിലാണ് എൻ്റെ അനിയനും സഞ്ജു ചേട്ടനും വിഷ്ണു ചേട്ടനും ഒക്കെ. ഈ റൂമിലാണ് അവർക്ക്. കൊള്ളാം, നല്ല നല്ല ആംബിയൻസ്. സത്യം പറഞ്ഞാൽ കണ്ടോ, ഇപ്പം ഇനി പയ്യെ കോട കൂടി വരും. അടിപൊളി. ആണ്ട് താഴെ കളഞ്ഞു. അല അടച്ചിട്ട് താക്കോല് പോയി പിടിച്ചോ. നമ്മൾ നമ്മുടെ റൂമിൽ വന്നു, സാധനങ്ങളൊക്കെ വെച്ചു. ഫുഡിന് എന്തായാലും ഓർഡർ കൊടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തൊന്നും അങ്ങനെ കടകളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് കടകൾക്ക് വേണമെങ്കിൽ അങ്ങ് ടൗണിൽ പോകണം. ഇത് കുറേ ഉള്ളിലോട്ട് കയറിയിട്ടാണ്. ഇവിടുത്തെ പൂളിൽ നിറച്ച ആൾക്കാർ, കുറേ ആൾക്കാരുണ്ട്. പൊറോട്ട ഇല്ലെന്നാണ് പറഞ്ഞു. ഫുഡിൻ്റെ ഒക്കെ ഓർഡർ പറഞ്ഞു. ഇനി ഒന്ന് പോയി സുഖമായിട്ടൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഇച്ചിരി നേരം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കണം. പൂളിൽ ഇറങ്ങാൻ പോകണം. പൂളിൽ ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാം. ബൈ ബൈ. കോട ഇറങ്ങി വരുന്നുണ്ട്. അതാ നോക്ക്, കോട ഇറങ്ങി വരുന്നത്. കോട ഇറങ്ങി വരുന്നു. അയ്യോ, അപ്പം അത്രേ ഉള്ളൂ. റൂമിൽ പോവാണ്. ബൈ ബൈ.